വിഷ്ണു സഹസ്രനാമത്തിലെ ഒന്നാമത്തെ ശ്ലോകം നമുക്കൊന്ന് നോക്കാം. ഓം വിശ്വം വിഷ്ണുർ വഷട്കാരോ ഭൂതഭവ്യ ഭവത്പ്രഭു ഭൂതഭൃത് ഭാവോ ഭൂതാത്മാ ഭൂതഭാവന. അപ്പോൾ അതിൽ ആദ്യത്തെ ഭഗവാന്റെ നാമമാണ് വിശ്വം. നമ്മൾ ഓം വിശ്വം വിഷ്ണു വഷട്കാരോ അങ്ങനെ ചൊല്ലിയല്ലോ. അതിൽ ആദ്യത്തെയാണ് വിശ്വം. എന്താണ് വിശ്വം? ജഗത്ത്, ഈ ലോകം. ഇവിടെ പറയുന്നത് കാര്യമായിട്ട് കാണപ്പെടുന്ന ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ലോകം, അതിന് കാരണമായിട്ടുള്ളത് ഭഗവാനാണെന്നാണ് പറയുന്നത്. ഒന്നുകൂടി നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇവിടെ ഭഗവാൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിട്ട് ഭഗവാൻ തന്നെ അതിൽ പ്രവേശിച്ചു എന്നാണ് പറയുന്നത്. അതായത് യാതൊന്നിൽ നിന്ന് സകല ഭൂതങ്ങളും ഉത്ഭവിക്കുന്നുവോ, ഉണ്ടായിട്ട് യാതൊന്നിനാൽ ജീവിച്ചിരിക്കുന്നുവോ, വീണ്ടും നശിച്ചിട്ട് യാതൊന്നിലേക്ക് പ്രവേശിക്കുന്നുവോ അതാണ് ബ്രഹ്മം, അതാണ് ഭഗവാൻ എന്ന് പറയുന്നു. ഒന്നുകൂടി നോക്കാം. യാതൊന്നിൽ നിന്ന് സകല ഭൂതങ്ങളും ഉത്ഭവിക്കുന്നുവോ, അതായത് ഭൂമിയിലെ പ്രപഞ്ചത്തിലെ ഈ കാണാവുന്ന സകല ജീവജാലങ്ങളും, ജീവനുള്ളതും ഇല്ലാത്തതുമായിട്ടുള്ളതെല്ലാം, അത് എവിടെ നിന്നാണോ, യാതൊന്നിൽ നിന്നാണോ, എന്തിൽ നിന്നാണോ ഉത്ഭവിച്ചിരിക്കുന്നത്. പിന്നീട് എന്താ പറയുന്നത്? ഇനി ഇതെല്ലാം ഉത്ഭവിച്ചു, ഇതെല്ലാം ഉണ്ടായി. അതിനുശേഷം ഏതൊരു കാരണം അല്ലെങ്കിൽ യാതൊരു കാരണം കൊണ്ടാണോ ഇവയെല്ലാം ജീവിച്ചിരിക്കുന്നത്, ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നതിനൊരു കാരണം ഉണ്ടാവുമല്ലോ, അതും എന്താണ്? പിന്നീട് എന്താണ്? ഏറെ കാലം കഴിയുമ്പോൾ നശിച്ചു പോവാണ്. നശിച്ചു പോയതിനു ശേഷം പിന്നെ ഇതെവിടെ പോകുന്നു? എന്തിലേക്ക് ചെല്ലുന്നത്? എന്തിലേക്കാണ് പ്രവേശിക്കുന്നത്? ഇതെല്ലാം ഒരൊറ്റ ആളാണ്. ഇതെല്ലാമാണ് ബ്രഹ്മം. ബ്രഹ്മം എന്ന് പറയുന്നതാണ് ഭഗവാൻ. അതാണ് വിശ്വം എന്ന ഒരൊറ്റ ഭഗവാന്റെ നാമത്തിന്റെ അർത്ഥവ്യാപ്തി. അപ്പോൾ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാം, കാണാവുന്ന പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളും സകല സൃഷ്ടികളും അതെല്ലാം ഭഗവാനിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഭഗവാൻ കാരണമാണ് ഉണ്ടായിട്ടുള്ളത്. ഒക്കെ ഭഗവാന്റെ ലീലാവിലാസങ്ങളാണ്, മായയാണ്. അതെല്ലാം ഭഗവാനിലുണ്ട്. നമ്മളിതൊന്നും അറിയുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, അറിയാൻ ശ്രമിക്കുന്നില്ല. പിന്നീട് ഈ ഉത്ഭവിച്ചതെല്ലാം നിലനിൽക്കണമല്ലോ. ആ നിലനിൽക്കാനുള്ള കാരണം ഭഗവാനാണ്. ഭഗവാൻ വിചാരിച്ചു കഴിഞ്ഞാലേ നമുക്കിവിടെ നിലനിൽക്കാൻ പറ്റൂ. അതാണ് സ്ഥിതികാരകനാണ് ഭഗവാൻ എന്ന് പറയുന്നത്. നമുക്കറിയാം സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്ന് നമുക്ക് അറിയാം. ബ്രഹ്മ, വിഷ്ണു, ശിവൻ. ഇവിടെ സ്ഥിതികാരകൻ മഹാവിഷ്ണുവാണ്, ഭഗവാനാണ്. അതുകൊണ്ട് തന്നെ ഭഗവാൻ വിചാരിച്ചാൽ ഈ ഭൂമിയിൽ ഒരു കുഞ്ഞി അണുവിന് പോലും നിലനിൽക്കാൻ സാധിക്കുന്നു. അതാണ് അവിടെ കാരണം പറഞ്ഞിരിക്കുന്നത്. ആരാണോ ഈ ഭൂമിയിൽ നിലനിൽക്കാൻ കാരണമായിട്ടുള്ളത്. പിന്നീട് എന്താണ്? നശിച്ചു പോകുന്നു. ഇത് നശിച്ചു പോയിട്ട് പിന്നെ നമ്മൾ എന്തിലേക്കാണ് ചെല്ലുന്നത്? വീണ്ടും നമ്മൾ ഭഗവാനിലേക്കാണ് ചേരുന്നത്. അപ്പോൾ നശിച്ചു കഴിഞ്ഞിട്ട് എന്തിലേക്കാണോ പ്രവേശിക്കുന്നത് അതെല്ലാം ഒരൊറ്റ ആളാണ്, പരബ്രഹ്മമാണ്, ഭഗവാനാണ്.